ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവരാജ്യത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ച താലന്തുകളുടെ ഉപമയാണ് പറയുന്നത്. 14-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ നിന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ 5 താലന്ത് അവനെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്ന് നിൻ്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേതോ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അത് അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഈ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 5 ആയിരിക്കും. നമ്മളെ ഏൽപ്പിച്ച താലന്ത് ശരിയായി ഉപയോഗിക്കാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് അവരവരുടെ മേഖലകളിൽ ഉപയോഗിക്കുവാൻ സന്നദ്ധരായി സത്യസന്ധരും കഠിനാധ്വാനികളും വിശുദ്ധിയും വിനയവും ദൈവകൃപയും ആരോഗ്യമുള്ളവരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് താലന്തുകൾ കുഴിച്ചിടുന്ന ദുഷ്ടദാസനും താലന്തുകൾ നശിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളെപ്പറ്റി പറയുന്നത് അവിടെയാണ്. എനിക്ക് നിങ്ങൾക്കുള്ള താലന്തുകൾ മരണം വരെ ലോകത്തിന് കൊടുക്കുവാൻ ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ദൈവരാജ്യത്തിലൂടെ അത് കൊടുക്കുവാൻ, ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് നൽകുവാൻ സഹായിക്കട്ടെ. അങ്ങനെ ഉള്ള വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും വരുവാൻ സാധിക്കും. അവരെയാണ് കർത്താവിന് ഇഷ്ടം. മടിയന്മാരെ, ദുഷ്ടന്മാരെ കർത്താവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത്, നിനക്കുള്ള താലന്ത് നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. നിനക്കുള്ള താലന്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. നീ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ നന്നാക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുവാനുള്ള ആ വലിയ ശക്തി നിനക്ക് ലഭിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഈ താലന്തുകളുടെ ഉപമയിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങൾ ശരിയായി ക്രയവിക്രയം ചെയ്ത് കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചതിൻ്റെ ഇരട്ടി നേടുവാൻ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ ഇരട്ടി നേടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.